അയ്യോ വണക്കം. അങ്ങനെ ഒളിവ് ജീവിതമൊക്കെ കഴിഞ്ഞ് ജാമ്യമൊക്കെ എടുത്ത് പീഡന കേസൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ വേടാപ്പി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, രംഗത്തെത്തിയിരിക്കുകയാണ്. ഇലക്ഷൻ കാലമായതുകൊണ്ട് തന്നെ വേടാപ്പിയെ സമൂഹത്തിൽ ഇറക്കി കഴിഞ്ഞാൽ നല്ല മൈലേജ് കിട്ടും എന്ന് നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് നല്ലതുപോലെ അറിയാം. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ ഏജൻറ്റാണ് വേടാപ്പി എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. ദ ജമാഅത്തെ ഇസ്ലാമി അറിയാലോ, ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച്. പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമി എല്ലാം കേൾക്കുമ്പോൾ രണ്ടാണെന്നൊക്കെ തോന്നും, പക്ഷേ രണ്ടല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ഇവരുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ബോംബ് കഥ തന്നെ. അതായത് ഹിന്ദുക്കൾക്കിടയിൽ നിന്ന് ദളിതരെ അടർത്തിയെടുത്തു കൊണ്ടുവന്ന് അവരൊരു പ്രത്യേക മതവിഭാഗമാണെന്ന് അവർക്കുള്ളിൽ, അവരുടെ തലയ്ക്കുള്ളിൽ ഇഞ്ചക്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇവരൊക്കെ നടത്തുന്നത്. അങ്ങനെ ഇഞ്ചക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവിടെ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള പല വർഗീയ ശക്തികൾക്കും തീവ്രവാദികൾക്കും ഭരണം പിടിക്കാം എന്നുള്ളതാണ് ഇവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത്. അങ്ങനെ ഞമ്മൻ്റെ രാജ്യം വരികയാണ് സുഹൃത്തുക്കളെ, ഞമ്മൻ്റെ രാജ്യം വരികയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ വേടാപ്പി കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ട് വലിയൊരു ആഹ്വാനം നടത്തി. അതായത് നോക്കി വോട്ട് ചെയ്യണേ മക്കളെ, ഇലക്ഷൻ വരികയാണ് മക്കളെ, നോക്കി വോട്ട് ചെയ്യണം. എൻ്റെ വേടാപ്പി പറയുകയാണ്, മക്കളെ നമ്മുടെ നാട്ടിൽ ന്യൂനപക്ഷങ്ങൾ ഉള്ളത് കൊണ്ടാണ് മക്കളെ നമുക്കിങ്ങനെ ഇവിടെ ഇങ്ങനെ ജീവിക്കാനായിട്ട് പറ്റുന്നത്. നമ്മളെപ്പോലുള്ള ന്യൂനപക്ഷങ്ങൾ ഈ നാട്ടിലുള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ ജനാധിപത്യം, മതേതരത്വം, മതനിരപേക്ഷത എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഇങ്ങനെ അടിയുറച്ച് നിൽക്കുന്നത് സുഹൃത്തുക്കളെ, അടിയുറച്ച് നിൽക്കുന്നത് എന്നാണ് വേടാപ്പി പറഞ്ഞത്. പിന്നെ വേടാപ്പി പറയുകയാണ്, നമുക്കിവിടെ പാട്ട് പാടാം, ഡാൻസ് കളിക്കാം, എഴുതാം, അഭിപ്രായം പറയാം, ഈ സ്വാതന്ത്ര്യമൊക്കെ ഉള്ളത് നമ്മുടെ നാട്ടിൽ ഈ ന്യൂനപക്ഷങ്ങൾ ഉള്ളത് കൊണ്ടാണ് സുഹൃത്തുക്കളെ, ന്യൂനപക്ഷങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികളോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വോട്ട് ചെയ്യുക. പിന്നെ ഈ പിള്ളേരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ ഇളം മുളയാകുമ്പോൾ വളയ്ക്കാൻ എളുപ്പമാണ് എന്നുള്ളത് നമ്മുടെ നാട്ടിലൊരു ചൊല്ലാണ്. അതായത് നിങ്ങളൊരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ നിങ്ങളിലേക്ക് ഏത് ആശയമാണോ സന്നിവേശിപ്പിച്ച് തരുന്നത്, മരണം വരെയും നിങ്ങൾ ആ ആശയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുമെന്നുള്ളതാണ് ഈ ആശയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൊച്ചു പിള്ളേരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതാണ് ഈ ടെക്നിക്ക് എന്ന് പറയുന്നത്. അതായത് ചുട്ടയിലെ ശീലം ചുടല വരെ അങ്ങനെ ഒരു ചൊല്ലും കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇളം മുളയായിരിക്കുന്ന കുട്ടികളെ ഒടിച്ചു മടക്കിയെടുക്കാനുള്ള ആ ഒരു ഏജൻറ്റായി വേടൻ ഇങ്ങനെ നിയോഗിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി വേടൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ വേടാപ്പി പറഞ്ഞ കുറച്ച് മണ്ടത്തരങ്ങളിലേക്ക് വരാം. പറയുന്ന മൊത്തം മണ്ടത്തരങ്ങളാണ്. ഒരു ചർച്ചയ്ക്ക് വിളിച്ചാൽ വരില്ല, ഏതെങ്കിലും ചാനലുകളിൽ വന്ന് ബൈറ്റ് വെച്ച് ഏതെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ മറ്റേ ഇതുപോലെ എടുത്തിട്ട് മറ്റേ മാനവികത എന്നുള്ളൊരു സാധനം എടുത്തിട്ട് നമ്മുടെ AR റഹീം ഉണ്ടല്ലോ, റഹീം അണ്ണൻ വേടൻ്റെ കൂടെ ഒരു വേദിയിൽ വന്നപ്പം റഹീം അണ്ണനെ കൂവി ഓട്ടിച്ച് വേടൻ്റെ പരിപാടി കാണാൻ നിന്ന് വന്ന ആൾക്കാർ. എന്തായാലും വേടൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന, ആ പ്രസ്താവനയാണ് ഇപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത്. വലിയ ചർച്ചയൊന്നും ആയിട്ടില്ല, ഞാനിത് കണ്ടതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി 2 വാക്ക് പറയണമെന്ന് തോന്നി. സംഭവം എന്ന് പറഞ്ഞാൽ ലവൻ പറയുന്നത് ന്യൂനപക്ഷങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഈ നാട്ടിൽ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ നിലനിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ ന്യൂനപക്ഷങ്ങൾ അതിനെക്കാട്ടിലുമുള്ള ഒരു നാട്, അതായത് ഈ ന്യൂനപക്ഷം ഭൂരിപക്ഷമായിട്ടുള്ളൊരു നാടുണ്ട്, പാകിസ്ഥാൻ. വേണമെങ്കിൽ അങ്ങോട്ടേക്ക് പോകാം. അതായത് അങ്ങനെ ഒരു നാട് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അല്ല കുറച്ചേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. ഇവർ ഒരുപാടായിരിക്കുന്ന ഒരു നാടുണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്നത്, അങ്ങോട്ടേക്ക് വേണമെങ്കിൽ പോവാം. അയ്യോ അത് പറ്റൂല എന്നായിരിക്കും അവന്മാരെ മറുപടി എന്ന് പറയുന്നത്. ഞങ്ങളങ്ങോട്ട് പോകില്ല എന്നാണ് മറുപടി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ പൂത്തൊളിഞ്ഞ് നിൽക്കുന്ന വേറൊരു നാടുണ്ട് ബംഗ്ലാദേശും, അങ്ങോട്ടേക്കും പോവാം എന്ന് എനിക്ക് ഇവരോട് പറയാനുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പോകണം എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു സ്നേഹം കണ്ടിട്ട് ഞാൻ പറഞ്ഞതാ, ആ പൂത്തൊളിഞ്ഞ് നിൽക്കുന്ന ആ ഒരു പ്രദേശത്തോട്ട് പൊക്കൂടെയെന്ന്. അവിടെ ആകുമ്പോൾ ഉണ്ടല്ലോ, പാകിസ്ഥാനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കൈ കൊണ്ടാണോ കാലുകൊണ്ടാണോ അവിടെ പാട്ടും കൂത്തൊക്കെ ഭയങ്കരമായിട്ട് അവർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് ഇതുപോലെയൊക്കെ പാടി കയറ്റി കൊടുത്താൽ മതി. പാടി കയറ്റി കൊടുക്കുമ്പം അപ്പം തന്നെ റിസൾട്ട് അറിയാൻ പറ്റും. ഇവിടെ ആണെങ്കിൽ പിന്നെയൊക്കെ എല്ലാം അറിയാൻ പറ്റും, അവിടെ സ്പോട്ടിൽ അറിയാൻ പറ്റും എന്നുള്ളതാണ് നമ്മളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. പിന്നെ ഉയരുണ്ടെങ്കിൽ നമ്മുടെ കേന്ദ്രത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയം വന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരും. അവിടെ അവരെ എതിർക്കുന്നവരാണോ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണോ എന്നൊന്നുമില്ല, ഇന്ത്യക്കാരൻ എന്നൊരു നിലപാട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഫോറിൻ മിനിസ്ട്രി ചിലപ്പോൾ ഇടപെടുമായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ന്യൂനപക്ഷങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ജനാധിപത്യം നിൽക്കുന്നത് എന്നാണ് ഈ മരമണ്ടൻ്റെ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇവിടെ അതിഭീകരമായിട്ടുള്ള ഒരു ജനാധിപത്യവും മതേതരത്വവും ഒക്കെ നിലനിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പലരും ഇതിന് പല വ്യാഖ്യാനങ്ങളാണ് നൽകുന്നത്. എന്നാൽ
നിയമപരമായിട്ടുള്ള രീതിയിൽ ഞാനൊരു വ്യാഖ്യാനം ഇതിന് നൽകാം. നമ്മുടെ നാട്ടിൽ ജനാധിപത്യം നിലനിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭാരതത്തിൻ്റെ ഭരണഘടന ആണ്. എങ്ങനെയാണ്? ഭാരതത്തിൻ്റെ ഭരണഘടന. ഈ ഭരണഘടനയെ കുഴിച്ചുമൂടുന്നൊരു നിലപാടായിരുന്നു കോൺഗ്രസ് കാലത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് ഇന്ദിരാഗാന്ധി. അതിനെയാണ് നമ്മൾ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ വേടാപ്പിക്ക് ഇപ്പോൾ ചന്തിയിൽ പാള വെച്ച് കെട്ടായിരുന്നു. ഇനി മതനിരപേക്ഷത, വോട്ടവകാശം, ഇതെല്ലാം നമുക്ക് ഭരണഘടനയിലൂടെ ലഭിച്ചൊരു സാധനമാണ്. ഇനി അടിസ്ഥാന അവകാശങ്ങൾ ഉറപ്പാക്കുന്ന ഒരു സാധനമാണ്, ഏതൊരു മനുഷ്യൻ്റെയും അടിസ്ഥാന അവകാശങ്ങൾ ഉറപ്പാക്കുന്ന ഒരു സാധനമാണ് ഭരണഘടന എന്ന് പറയുന്നത്. ഇന്ത്യ ഇപ്പോൾ, നമ്മുടെ രാജ്യം ഇപ്പോൾ അതിൻ്റെ ഏറ്റവും പീക്ക് ടൈമിലാണ് നിൽക്കുന്നത്. ജനാധിപത്യത്തിന് ശേഷം ഇവിടെയുള്ള ഹിന്ദുക്കളുടെ സമ്പൂർണ്ണമായിട്ടുള്ള മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷത്തിൽ വിജയിച്ച് RSS എന്ന് പറയുന്ന, നിങ്ങൾ പറയുന്ന തീവ്രവാദമോ വർഗീയോ എന്തെങ്കിലുമൊക്കെ ആയിക്കൊണ്ട് പോട്ടെ. ഇപ്പുറത്തൊരു ഗോഡ്സെ, അപ്പുറത്താണെങ്കിൽ 1,00,000 പേരുണ്ട്. ആ 1,00,000 പേരെ ഈ ഗോഡ്സെ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നല്ല തൂക്കമുണ്ട്. അപ്പോൾ ഇത് കൂടിയ തീവ്രവാദം. ഗോഡ്സെ മാത്രമേ ഉള്ളൂ, വേറെ ആരും കിട്ടിയില്ല. ഇപ്പുറത്താണ് ഇത് അളന്ന് നോക്കണം, എങ്കിലും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എന്തായിരുന്നാലും, അപ്പോൾ അങ്ങനെയുള്ളൊരു പാർട്ടിയും അങ്ങനെയുള്ളൊരു സംഘടനയൊക്കെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഫാസിസം എന്നൊക്കെ വിളിച്ചാണ്ടല്ലോ, ഹിറ്റ്ലർ വന്ന് ചെരിപ്പൂരി അടിക്കും നിന്നെയൊക്കെ. ഇതാണാടാ ഫാസിസം എന്ന് ഹിറ്റ്ലർ ചോദിക്കും. എന്തായിരുന്നാലും ആ ഒരു ഭരണഘടനയ്ക്ക് ഒരു മാറ്റവും ഇവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. മറിച്ച് നമ്മൾ ഇറാനിലോട്ടൊക്കെ ഒന്ന് നോക്കണം. അതൊരു സമയത്ത് സെക്യുലർ നേഷനായിരുന്നു. ഇപ്പോൾ അതൊക്കെ അങ്ങ് മാറി വേറൊരു ടൈപ്പ് രാജ്യമായി. അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇങ്ങോട്ടേക്ക് കടക്കുന്നില്ല. എന്തായിരുന്നാലും പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ എന്തായിരുന്നാലും ഈ ഭരണഘടനയൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ നാടിങ്ങനെ സുഖമായിട്ട് ജീവിച്ചു പോകുന്നത്. ഈ ഭരണഘടനയിൽ ഒരു ഭേദഗതിയും വരുത്തിയിട്ടില്ല. ഭേദഗതി വരുത്തിയ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ടാണ് നമ്മളിവിടെ സുഖമായിട്ടും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. ഓക്കെ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമര പാരമ്പര്യമാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഭഗത് സിംഗ് ആയിക്കൊള്ളട്ടെ, മഹാത്മാഗാന്ധി ആയിക്കൊള്ളട്ടെ, സുഭാഷ് ചന്ദ്രബോസ് ആയിക്കൊള്ളട്ടെ, എനിക്ക് വ്യക്തിപരമായിട്ട് ഏറ്റവും ഇഷ്ടം സുഭാഷ് ചന്ദ്രബോസിനെയാണ് കേട്ടോ. സുഭാഷ് ചന്ദ്രബോസ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ വേറെ ആരും ആയിക്കൊള്ളട്ടെ, അംബേദ്കർ ആയിക്കൊള്ളട്ടെ, ഇവരെല്ലാം എന്താണ് ചേർന്ന് പടുത്തുയർത്തിയ ഒരു സമര പാരമ്പര്യം നമുക്കുണ്ട്. അതിലൂടെയാണ് ഈ ഭരണഘടനയൊക്കെ ഉണ്ടാകുന്നത്. അതുണ്ടാക്കിയ അംബേദ്കറെ പിന്നീട് കോൺഗ്രസ് എന്താണ് ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഈ കോൺഗ്രസ് എന്ത് ചെയ്യണം? ഈ കോൺഗ്രസ്സിനെ ഈ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം പിരിച്ചുവിടണം എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത്. ആ മഹാത്മാഗാന്ധിയെ പോലും എതിർത്തുകൊണ്ട് കോൺഗ്രസ് ഇപ്പോഴും നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളത് വേറൊരു കാര്യമാണ്. അതുള്ളത് ഏതാണ്? ഇന്ദിരാ കോൺഗ്രസ് ആണ്. ഇതൊരു വലിയ ചരിത്രമാണ്, അവന്മാരൊന്നും പറയാത്തൊരു സാധനം. ഇന്ദിരാ കോൺഗ്രസ് ആണ് ഇപ്പോഴുള്ള കോൺഗ്രസ്. ഒറിജിനൽ കോൺഗ്രസ് എവിടെ പോയി? ജനസംഘത്തിൽ ലയിച്ചു. അതായത് ഇപ്പോഴുള്ള BJPയിൽ ഒറിജിനൽ കോൺഗ്രസ് ലയിച്ചു. ഈ കോൺഗ്രസ് രണ്ടായിട്ട് പിളർന്ന് ഇന്ദിരാ കോൺഗ്രസും ഒറിജിനൽ കോൺഗ്രസും. ഈ ഒറിജിനൽ കോൺഗ്രസ് ജനസംഘത്തിൽ ലയിച്ചു. അതാണിപ്പോൾ BJP. ഈ ഡ്യൂപ്ലിക്കേറ്റ് കോൺഗ്രസ്, അതായത് ഇന്ദിരാ കോൺഗ്രസ് ആണ് ഇപ്പോഴുള്ള കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇപ്പം മനസ്സിലായല്ലോ. ഇനി ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ നാട് മുന്നിലോട്ട് പോയത്. അപ്പോൾ ഒരു സമര പാരമ്പര്യമുണ്ടല്ലോ. അതും നമ്മുടെ നാട്ടിനെ ഏറ്റവും കൂടുതൽ മതനിരപേക്ഷവും ജനാധിപത്യവുമാക്കാനായി, ജനാധിപത്യത്തിൽ ഊന്നിയ ഭരണം നടത്താനായി പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ അടുത്ത കാര്യം, തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളും അതിൻ്റെ സ്ഥാപനങ്ങളും, സുപ്രീം കോടതി, ഇലക്ഷൻ കമ്മീഷൻ, മീഡിയ, സിവിൽ സൊസൈറ്റി, പിന്നെ അതിൽ ജനങ്ങളുടെ പങ്കാളിത്തം, ഇതൊക്കെ എന്തായിരുന്നു? ഇതൊക്കെ വലിയ രീതിയിലുള്ള സംഭാവന നൽകിയിട്ടുണ്ട്. ഇനി അടുത്തൊരു കാര്യം, ഈ ന്യൂനപക്ഷങ്ങളുള്ളത് കൊണ്ടല്ല നമ്മുടെ രാജ്യം ഇങ്ങനെ നിൽക്കുന്നത്, മറിച്ച് ഭൂരിപക്ഷം സഹിഷ്ണുതയുള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി അതൊക്കെ അവിടെ നിന്നോട്ടെ, ഇനി അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇതിൽ പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിക്കപ്പെട്ടല്ലോ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ രണ്ടായി വിഭജിക്കപ്പെട്ടു. ആ രണ്ടായി വിഭജിക്കപ്പെട്ടപ്പോഴേ ഇവിടെയുള്ള ആൾക്കാരോട് പറഞ്ഞതാണ്, അതായത് പാകിസ്ഥാനിലോട്ട് പോകണം എന്നുള്ള ആൾക്കാർക്ക് പാകിസ്ഥാനിലോട്ട് പോകാം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഈ പാകിസ്ഥാനിൽ എന്തുണ്ടായി? ഇവിടെയുള്ള കുറേ ദളിതർ പാകിസ്ഥാനിൽ അഭയം പ്രാപിച്ചു. അതായത് അവരുടെ വീട് അവിടെ തന്നെയല്ല, അവർ ഇങ്ങോട്ടേക്ക് വരാൻ തയ്യാറായില്ല. അപ്പോഴേ ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണം. നാശത്തിലേക്കാണ് യവന്മാരുടെ പോക്ക്. കാരണം യവന്മാർ ഒരു മതരാജ്യമായി പരിണമിക്കും. അങ്ങനെ പരിണമിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കാര്യം കട്ടപ്പോഹയാണ്. അന്നും അവിടെ വേടന്മാരുണ്ടായിരുന്നു. അന്ന് പറയുന്നത്, മക്കളെ അങ്ങനെ ഒന്നും വിശ്വസിക്കല്ലേ കേട്ടോ, ഇവിടെ തന്നെ താമസിച്ചു എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അതൊക്കെ കേട്ട് ഈ പാവം ആൾക്കാർ അവിടെ താമസിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ദളിതർ അവിടെ താമസിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഈ വിഭജനകാലം, അതിനെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞുതരാം. 1947 ആദ്യത്തെ സ്ഥിതി പാകിസ്ഥാനിൽ പ്രധാനമായും ഇന്നത്തെ സിന്ധ് പഞ്ചാബ് മേഖലയിൽ വലിയ തോതിൽ ദളിത് ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഷെഡ്യൂൾഡ് കാസ്റ്റും ഡിപ്രസ്ഡ് ക്ലാസസും എന്ന് വിളിച്ചവർ. മൊത്തം ഹിന്ദു സംഖ്യയിൽ വലിയൊരു ഭാഗവും ഇവരായിരുന്നു.
പലരും ദരിദ്രരും ഭൂമിയില്ലാത്ത തൊഴിലാളികളുമായതിനാൽ ഇന്ത്യയിലേക്ക് കുടിയേറാൻ കഴിയാതെ അവിടെ തന്നെ തുടർന്നു. അവരുടെ എണ്ണം കുറഞ്ഞോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായി കുടിയേറ്റം, രണ്ടാമതായി ഇന്ത്യയിലേക്ക് മാറി. അതായത് കുടിയേറി എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി, ഇത് പന്തിയല്ലല്ലോ എന്നവർക്ക് മനസ്സിലായി. അവരെന്ത് ചെയ്തു, അവിടെ നിന്നും ഗുജറാത്തിലേക്കും അവിടെ നിന്നും രാജസ്ഥാനിലേക്കും കുടിയേറി. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനല്ലല്ലോ എളുപ്പം, കാരണം അന്ന് വേലിയൊക്കെ തുറന്ന് മലന്ന് കിടക്കുകയായിരുന്നു അതിർത്തിയിൽ. അപ്പോൾ ഇനിയും വരാത്ത ആൾക്കാരുണ്ട്, അവരിപ്പോഴും അവിടെ പീഡനം സഹിച്ച് കഴിയുകയാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പൗരത്വ നിയമ ഭേദഗതി എന്നൊക്കെ പറഞ്ഞുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ചിലർ സാമൂഹിക ആർത്ഥിക സമ്മർദ്ദങ്ങൾ കാരണം ഇസ്ലാമിലേക്ക് മാറി. ചുരുക്കം പറഞ്ഞാൽ അടിച്ച് മതം മാറ്റി എന്നുള്ളതാണ്. അതാണ് കുറച്ചുകൂടെ ഫാഷനബിളായിട്ട് സാമൂഹിക ആർത്ഥിക സമ്മർദ്ദങ്ങൾ മൂലം ഇസ്ലാമിലേക്ക് മാറി എന്ന് പറയുന്നത്. അതായത് ഈ ഭൂരിപക്ഷത്തിൻ്റെ ഇടയിൽ ഈ കൊച്ചു ന്യൂനപക്ഷം ഹിന്ദു ദളിതർ താമസിക്കുമ്പോൾ ഒരു വലിയ പ്രഷർ അവർക്ക് അനുഭവപ്പെടേണ്ടി വരും. ഇതേ സാധനം തന്നെയാണ് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ യുവമാർ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആരാണ്, ഹൈന്ദവരോ ഹൈന്ദവ സംഘടനകളോ. ഈ ഇടയ്ക്ക് മുഹമ്മദ് ദീപക് എന്ന് പറഞ്ഞൊരു വിഷയം വന്നല്ലോ. മുഹമ്മദ് ദീപക് എന്ന് പറഞ്ഞാൽ, അതായത് ബാബ എന്ന് പറഞ്ഞ ഒരാൾ ഒരു കടയിട്ടിരിക്കുന്നു. ആ കടയിലേക്ക് കുറേ ഹിന്ദുത്വവാദികൾ വരുന്നു. എന്നിട്ട് ഈ കട അടയ്ക്കണം അല്ലെങ്കിൽ പേര് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ദീപക് ചാടി ഇറങ്ങിയപ്പോൾ യുവമാർ ചോദിച്ചു, നിൻ്റെ പേരെന്താടാന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ദീപക്, പക്ഷേ ഇനി മുതൽ ഞാൻ അറിയപ്പെടുന്നത് മുഹമ്മദ് ദീപക് എന്നാണ്. ഞാനിവിടെ ഒരു ജിമ്മ് നടത്തുകയാണ് എന്ന് അവന്മാർ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ മാനമര്യാദയ്ക്ക് ജിമ്മ് നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഈ ദീപക് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സാധനത്തിൽ വലിയ പബ്ലിസിറ്റി കിട്ടി. കേരളത്തിലുള്ള ആൾക്കാരൊക്കെ മുഹമ്മദ് ദീപക് എന്നൊക്കെ പറഞ്ഞ് വലിയ പബ്ലിസിറ്റിയൊക്കെ കൊടുത്തു. പക്ഷേ 150 പേരുണ്ടായിരുന്നു അവൻ്റെ ജിമ്മിൽ. 15 പേരായി ചുരുങ്ങി. എല്ലാവരും സ്വന്തം ഇഷ്ടപ്രകാരം ആ ജിമ്മിൽ നിന്ന് പിൻവാങ്ങി. ഇതാണ് സാമൂഹിക ബഹിഷ്കരണം എന്ന് പറയുന്നത്. ഇതൊരു അനീതിയാണ്. അപ്പോൾ ഇതേ അനീതിയാണ് ഇപ്പോൾ ഇവിടെ നോർത്ത് ഇന്ത്യയിൽ പയറ്റുന്നത്. മനസ്സിലായില്ലേ? അതായത് എങ്ങനെയാണോ അവന്മാർ ഇങ്ങോട്ട് അടിച്ചത് അതേ രീതിയിൽ തിരിച്ചടിക്കുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഈ സമൂഹം, പക്ഷേ ഈ സമൂഹത്തിനെ ഇങ്ങനെയാക്കി മാറ്റിയെടുത്തു എന്നുള്ളതാണ് ഇവിടെയുള്ള ഹിന്ദുത്വവാദികളുടെ വലിയ രീതിയിലുള്ള പോയിന്റ് എന്ന് പറയുന്നത്. അതിനോട് യോജിക്കുകയോ യോജിക്കാതിരിക്കുകയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും ഈ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തു. ജനസംഖ്യയുടെ കണക്ക് ഇന്ന് പാകിസ്ഥാനിൽ ഹിന്ദുക്കൾ ഏകദേശം 1.5% അതിൽ വലിയൊരു വിഭാഗവും ദളിത് സമുദായമാണ്, പ്രധാനമായും സിന്ധിൽ. ഇനി പീഡനം ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ചരിത്രരേഖകളും മനുഷ്യാവകാശ റിപ്പോർട്ടുകളും പറയുന്നത് വിഭജനകാലത്ത് ഹിംസയും അനിശ്ചിതത്വവും എല്ലാം ഉണ്ടായിരുന്നു. ഹിന്ദു, മുസ്ലിം, സിഖ് എല്ലാവരെയും അത് ബാധിച്ചു. പിന്നീട് വർഷങ്ങളായി ചില പ്രദേശങ്ങളിൽ ബലമായ മതപരിവർത്തനം, ഭൂമി, സാമൂഹ്യ വിവേചനം, പെൺകുട്ടികളുടെ തട്ടിക്കൊണ്ടുപോക്ക്, മതപരിവർത്തനം പോലുള്ള പരാതികൾ മനുഷ്യാവകാശ ഗ്രൂപ്പുകൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലായിടത്തും ഒരേപോലെ എന്നുള്ളതല്ല. സിന്ധിലെ ചില ഹിന്ദു ദളിത് സമൂഹങ്ങൾ ഇന്നും അവിടെ പീഡനം ഏറ്റു തുടരുകയാണ് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. പാകിസ്ഥാനിൽ തങ്ങിയ ദളിതുകളുടെ എണ്ണം ഇപ്പോൾ അതിഭീകരമായിട്ട് കുറഞ്ഞു. ഇന്ത്യയിലേക്ക് മടങ്ങി, കുടിയേറ്റം, മതപരിവർത്തനം എന്നുള്ളവയാണ് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ പറയുന്ന കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വേണം. അല്ലാതെ ചുമ്മാ ബ്ലാ 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 എന്ന് പറഞ്ഞ് കൊച്ചു പിള്ളേരടുത്ത് പോയി കാര്യങ്ങൾ പറയാം. അവർ വിശ്വസിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇളം മുളയെ വളയ്ക്കാൻ എടുപ്പം അവർ തിരിച്ച് ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. അതായിരിക്കും സത്യം എന്ന് പറഞ്ഞ് എൻ്റെ നാട്ടിൽ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു കുഞ്ഞുണ്ട്, അതായത് ഒരു കുട്ടിയുണ്ട്. അവന് ഏകദേശം ഒരു 5-6 വയസ്സായപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, മാമ ഈ വിമാനത്തിൽ എങ്ങനെയാണ് മാമ കയറുന്നത്? അപ്പം ഞാൻ വെറുതെ ചുമ്മാ തമാശയ്ക്ക് ഇങ്ങനെ പറഞ്ഞതാണ്, മോനെ ആ വിമാനത്തിൽ കയറുന്നത് വിമാനം ഇങ്ങനെ വരും, ഇങ്ങനെ വന്നിട്ട് നമ്മളെ വീട്ടിൻ്റെ ടെറസിൽ ലാൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് കതകു തുറന്നു തരും, നമുക്ക് കയറാവുന്ന. 6, 7, 8, 9 ഒരു 10 വയസ്സ് വരെ ചെറുക്ക ഇതും വിശ്വസിച്ച് നടക്കുകയായിരുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്, അതിനൊക്കെ പിന്നീട് നേരിട്ട് കാണുമ്പോഴെങ്കിലും അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് അവർക്ക് മനസ്സിലാവും ബോധം വികസിക്കുമ്പോൾ. പക്ഷേ ഇവിടെ ബോധം വികസിക്കാൻ ഒരു വഴിയുമില്ല. കാരണം ഒരു കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ബോധം വികസിപ്പിക്കാതെ മുരടിച്ചിടാനായിട്ട് യവനെപ്പോലുള്ള ആൾക്കാരും കുറേ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഉണ്ട്. ഇതാണ് സത്യം എന്ന് പറഞ്ഞ് ഗീബൽസ് സിദ്ധാന്തം പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അന്തമാതിരി ആട്ടമൊന്നും ഇന്ത്യ നാട്ടിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ശരി.